എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലേഹ്യമാണ്, ഉള്ളിലേഹ്യം. ഇതൊരു പ്രസവരക്ഷാ മരുന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഉണ്ടാക്കുന്ന വേദന മാറ്റാൻ ഇത് പ്രയോജനപ്പെടും. ബ്ലഡ് കുറവുള്ളവർക്കും ആരോഗ്യക്കുറവുള്ളവർക്കും വളരെ പ്രയോജനപ്രദമായ ഒരു ലേഹ്യമാണിത്. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1 കിലോ ചുവന്നുള്ളി വൃത്തിയാക്കിയത്, 600 ഗ്രാം ശർക്കര, 1/2 ഗ്ലാസ് പച്ചരി കുതിർത്ത് അരച്ച് വെച്ചിരിക്കുന്നത്, ഒരു വലിയ നാളികേരത്തിൻ്റെ പാല്. ഇതിലാദ്യമായിട്ട് ഉള്ളി വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് ഈ ഉള്ളി ഇടുക. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരത്തിലെ പാല് കുറച്ച് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് വേവിക്കരുത്, കാരണം ഉള്ളി വെള്ളമായതുകൊണ്ട് അതിനകത്തുനിന്നും വെള്ളം ഇറങ്ങും. അന്നേരം ഒരുപാട് വെള്ളമാവും. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് വേവിക്കരുത്. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുക. കുക്കറിൽ ഒരു 3 വിസിലാകുമ്പോഴത്തേക്ക് ഉള്ളി വേവും. അതിനുശേഷം ഒരു ഇരുമ്പേട്ടി അടുപ്പത്ത് വെക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. വീട്ടിലുണ്ടാക്കിയെടുത്ത നെയ്യ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചുവന്നുള്ളി ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തായിരുന്നു. അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ നെയ്യുമായിട്ട് യോജിപ്പിക്കുക. ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തെന്ന് വെച്ചാൽ വെന്ത് വരുന്ന ഉള്ളി എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നത് ചിലർക്ക് കടിക്കാൻ ഇഷ്ടമില്ലായിരിക്കാം, ചിലർക്ക് കടിക്കുന്നത് ഇഷ്ടമായിരിക്കാം. അത് അവരവരുടെ രീതിക്ക് അനുസരിച്ച് ചെയ്യാം. ഞാനത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ മിക്സിയിലൊന്ന് അരച്ച് എടുത്തത്. അത് നെയ്യുമായിട്ടൊന്ന് യോജിപ്പിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഈ ഉള്ളിക്കകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പോട്ടി, 600 ഗ്രാം കരിപ്പോട്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കരിപ്പോട്ടി ഉരുക്കി നല്ലതുപോലെ അരിച്ച് വേണം എടുക്കാൻ. കരിപ്പോട്ടിയിൽ കരടും മണ്ണും ഒക്കെ കാണും. നല്ലതുപോലെ അരിച്ച് എടുക്കുക. ഇനി ആ ഉള്ളിയും കരിപ്പോട്ടിയും എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട്. കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അരച്ച് വെച്ചിരുന്ന പച്ചരി മാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് കുറുകി വരും. ഇതിൽ ചിലർ അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, ഈന്തപ്പഴം ഇതൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല. പരമ്പരാഗത രീതിയിൽ ചെയ്തു വന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്.
ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നല്ലപോലെ കുറുകി പറ്റി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് അടിക്ക് പിടിക്കും. നല്ലതുപോലെ ഇളക്കുക. പെട്ടെന്ന് ഇത് പൊട്ടിത്തെറിച്ച് കയ്യിലോട്ടൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ച് വേണം നിന്ന് ഇളക്കാനായിട്ട്. നല്ല നീളമുള്ള തവി ആയാലും പ്രശ്നമില്ല, പെട്ടെന്ന് കയ്യിലോട്ട് തെറിച്ച് വീഴത്തില്ല. പാത്രത്തിൽ നിന്നും വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പാത്രത്തിനെല്ലാം വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പാത്രത്തിൽ നിന്ന് ഇളക്കി നോക്കുമ്പോൾ മാറി വരികയാണെങ്കിൽ ലേഹ്യത്തിൻ്റെ പരുവമായി തുടങ്ങിയെന്നാണ്. കണ്ടേ? ലേഹ്യം റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ലേഹ്യം കഴിക്കണം. അവർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു ലേഹ്യമാണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.